നിങ്ങളും പണ്ഡിതന്മാരൊക്കെ ഇവിടെ വന്നത് നിങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് ഈ മുഹൂർത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്നു ഫീ അഫ്റാഹിൽ ഈദ് വൽ ഹഫ്ലത്തി ബിമുനാസബത്തി ഇഫ്തിതാഹി ഹാദിഹിൽ മദ്റസ. അല്ലാഹു യതഖബ്ബലു മിന്നാ വമിൻകും സാലിഹൽ അഅമാൽ. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് എല്ലാ സന്തോഷങ്ങളും ഈ സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്ന അതിന് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും നേർന്നുകൊണ്ട് ഞങ്ങളുടെ ഒക്കെ പിന്തുണ ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനത്തിന് ഉണ്ടാകും, അതിന് നേതൃത്വം നൽകുന്നവർക്കുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മളെ കുട്ടികൾ ഇവിടുന്ന് സനത് വാങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞാനിങ്ങോട്ട് വരുമ്പോ ബഹുമാനപ്പെട്ട ബാവാജി അദ്ദേഹത്തിന്റെ ഒരു കുട്ടിനെ എന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഈ കുട്ടി ഒരു ജുസ് കാണാതെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു ജുസ് കാണാതെ പഠിച്ചത് നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും സ്കൂളിൽ കേട്ടിട്ടുണ്ടോ? അതാണ് അൽഹംദുലില്ലാഹ് മർക്കസ് വിഭാവനം ചെയ്യുന്ന ZQ എന്ന് പറയുന്ന ഈ ഒരു സ്കൂളിന്റെ പ്രത്യേകത. ഒരു ജുസ് കുട്ടികൾ കാണാതെ പഠിക്കുകയും പരിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ ഓതാൻ പഠിക്കുകയും ചെയ്യുന്ന ഈ ഒരു സംവിധാനം ഇന്ന് ഇവിടുന്ന് നമ്മളെ കുട്ടികളൊക്കെ സനത് വാങ്ങുകയാണ്. പഠനം പൂർത്തീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റുകൾ സ്വീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മക്കൾ നാളെ ആഖിറത്തിൽ നമ്മൾ വരുമ്പോ നമ്മളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന മക്കളാക്കി തീർക്കുമാറാവട്ടെ. എന്നാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ചില മക്കൾ കാരണം ബാപ്പമാരും ഉമ്മമാരും നരകത്തിലേക്ക് പോവേണ്ടി വരും. വാപ്പ നന്മ ചെയ്തിട്ടുണ്ട്, ഉമ്മ നന്മ ചെയ്തിട്ടുണ്ട്, ആ വാപ്പക്കും ഉമ്മക്കും അല്ലാഹു സ്വർഗത്തിലേക്ക് പോവാനുള്ള ലൈസൻസ് കൊടുത്ത് അവര് പോവാൻ ഒരുങ്ങുമ്പോൾ മക്കള് വന്നിട്ട് പറയും, അല്ലാഹുവേ എന്റെ വാപ്പാനെയും ഉമ്മാനെയും സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കാൻ സമയമായിട്ടില്ല. ഞാൻ കള്ളകുടിയനായത്, ഞാൻ വ്യഭിചാരിയായത്, ഞാൻ പലിശക്കാരനായത്, ഞാൻ കുറ്റക്കാരനായത് എന്റെ വാപ്പയും ഉമ്മയും എനിക്ക് നല്ല അറിവ് തരാത്തതിന്റെ പേരിൽ, എനിക്ക് അച്ചടക്കം പഠിപ്പിച്ചു തരാത്തതിന്റെ പേരിൽ, എനിക്ക് സ്വാലിഹീങ്ങളുമായുള്ള ബന്ധമുണ്ടാക്കി തരാത്തതിന്റെ പേരിലാണ് ഞാൻ മോശക്കാരനായത്. അതുകൊണ്ട് എന്റെ വാപ്പാനും കൂടി നരകത്തിലേക്ക് കൊണ്ടുപോകണമെന്നാ. നിങ്ങൾ ചിന്തിക്കണേ, യൗമ യഉല്ലു ളാലിമു അലാ യദൈഹി, പരിശുദ്ധ ഖുർആൻ പറയുന്നു കൈ കടിക്കേണ്ടി വരുന്ന. അതാണ് നേരത്തെ നമ്മൾ അധ്യക്ഷൻ പറഞ്ഞത്, മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഡെപ്പോസിറ്റ്. നിങ്ങൾ ബാങ്കിൽ കുറെ കാശ് ഇടുന്നത് പോലെ, നിങ്ങൾ ഫ്ലാറ്റ് വാങ്ങി വെക്കുന്നത് പോലെ, നിങ്ങൾ പറമ്പ് വാങ്ങുന്നത് പോലെ അല്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കേണ്ടത് മക്കൾ നന്നായി തീരുന്നതിനാണ്. നമ്മളൊക്കെ എന്റെയൊക്കെ ഉമ്മ ഞാൻ ചെറിയ കുട്ടിയായി ജനിച്ചു വളർന്ന പ്രായത്തിൽ എന്റെ പെങ്ങന്മാരൊക്കെ പറയലുണ്ട്, ഞാനൊക്കെ ചെറുതാവുമ്പോ ജനിച്ചു വളർന്ന ഉടനെ, അന്നൊക്കെ കഷ്ടപ്പാടുകളുള്ള കാലഘട്ടമാണെങ്കിൽ പോലും ഉമ്മ വീട്ടില് നമുക്ക് ചോറ് വെക്കാൻ വേണ്ടി അരി വെള്ളത്തിലിട്ടിട്ട് ആ അരി പിന്നെ ചോറിനുള്ള അരി അടുപ്പത്ത് വെച്ച വെള്ളത്തിലേക്ക് ഇടുമ്പം ഒരു പിടി അതേപോലെ തന്നെ വാരിയിട്ട് വേറൊരു കുടത്തിലേക്ക് ഇടുന്ന. അപ്പൊ ഉമ്മ പറയുന്നതാണ്, പഠിച്ചോനെ നിന്റെ മോൻ നന്നാവണം, എന്റെ മോൻ സ്വാലിഹാവണം, എന്റെ മോൻ വലിയ ആലിമാവണം. ഇത് മമ്പർത്ത തങ്ങൾ പാപ്പന്റെ പേരില്, ബദരീങ്ങളെ പേരില്, മദീശേഖ് തങ്ങൾ പാപ്പന്റെ പേരിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പിടി അരി അടുപ്പത്തിൽ തിളച്ച വെള്ളത്തിലേക്ക് ഇടുമ്പോ ഞങ്ങൾ നന്നാവാൻ വേണ്ടി എന്റെ ഉമ്മ ചെയ്യാറുണ്ടെന്നാണ്. ഞങ്ങളെല്ലാ മക്കളും, മൂത്ത ജ്യേഷ്ഠൻ തലപ്പാറ തങ്ങള്, രണ്ടാമത്തെ ജ്യേഷ്ഠൻ ആറ്റക്കോയ തങ്ങള്, മൂന്നാമത്തെ മോൻ ഞാൻ, ഞങ്ങൾ 3 ആമക്കളാണ്. അൽഹംദുലില്ലാഹ് ഞങ്ങളൊക്കെ ഇന്ന് ദീനീ രംഗത്ത് ഒരു ഖിദ്മത്ത് ചെയ്യാനുള്ള അവസരം ലഭിച്ചത് ഞങ്ങളുടെ ഉമ്മയും ബാപ്പയും ഒക്കെ ഞങ്ങൾ നന്നാവാൻ വേണ്ടി ചെയ്ത നന്മയുടെ ഫലമാണെന്നാണ് യഥാർത്ഥത്തിൽ ഇന്നും ഞാനൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ ഒരുപാട് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടായിട്ട് ഇപ്പൊ ബാബാക്കിനെ സംബന്ധിച്ചിടത്തോളം മൂപ്പർക്ക് ബോർഡ് ചേർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും ഹോസ്റ്റലിലൊക്കെ കൊണ്ടുപോയി വലിയ ലക്ഷങ്ങളൊക്കെ കൊടുത്ത് പഠിപ്പിക്കാം. പക്ഷേ നമ്മളെ മക്കൾക്ക് ദീന് കിട്ടണം, അവര് നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളാവണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുപോയി ചേർത്തത്. അതുകൊണ്ട് രക്ഷിതാക്കളോട് പറയുന്നത്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഈ കുട്ടികൾ ദീന് പഠിച്ച് ഈ കുട്ടികൾ അതവുള്ളവരായി അച്ചടക്കമുള്ളവരായി മാറിയാൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ സ്ഥാപനത്തിലെ കുട്ടികളെ മുഴുവനും അല്ലാഹു തആല മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളായ ഖൈറായ മക്കളാക്കി തരുമാറാവട്ടെ. ഈ മദ്രസ കെട്ടിടത്തിന് സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സയ്യിദ് അവറുകളുടെ പ്രചോദനം നൽകുന്ന വാക്കുകൾക്കും പ്രാർത്ഥനക്കുമുള്ള നന്ദി അറിയിക്കുന്നു. ഇനി സ്വബീഹ് തങ്ങൾ എന്ന സിക്യൂലെ വിദ്യാർത്ഥി ഷെഡ്യൂൾഡ് 4 മാസം മുമ്പ് തന്നെ ആഫിലായി ഒരു ജ്യൂസ് ആ കുട്ടിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Assalamu alaikum. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا. صدق الله العلي العظيم. ما شاء الله. ഇനി ഈ വർഷം ആദ്യമായിട്ട് ഹിഫ്ള് പൂർത്തീകരിച്ച അഫ്രാസ് അഹമ്മദിന് ഒരു മൊമെന്റോ കൊടുക്കുന്നതാണ്. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يؤتيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. صدق الله العلي العظيم. بسم الله الرحمن الرحيم. عما يتساءلون عن النبأ العظيم
الذي هم فيه مختلفون كلا سيعلمون